പ്രിയമുള്ളവരെ, ഈ സായാഹ്ന പ്രാർത്ഥനയിലെ ഈ പുസ്തകം ഉപയോഗിച്ച് നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ 3 ഭാഗങ്ങളുണ്ട്. തുടക്കം പൊതുവായുള്ള ഭാഗമാണ്. അത് ഈ പൊതുവായിട്ടുള്ള 10-16 പേജ് റോമൻ ലെറ്റർ കൊടുത്തിരിക്കുന്ന കഴിഞ്ഞുള്ള 1-ാമത്തെ പേജാണ് സിറോ-മലബാർ സഭയുടെ യാമ പ്രാർത്ഥനകൾ കർമ്മം റംശ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ അടയാളം വയ്ക്കുക, പുസ്തകങ്ങളിൽ അടയാളം വെച്ചിട്ടുണ്ടായിരിക്കും. 2-ാമത്തേതെന്ന് പറയുന്നത് മാറി വരുന്ന ഗീതങ്ങളാണ്. അത് പേജ് 446 അവിടെ നിങ്ങൾ പുസ്തകമുള്ളവർ ഈ നാട വയ്ക്കുക, വെച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ അവിടെ വയ്ക്കുക. 446 പേജ്. പിന്നീട് 3-ാമത്തെ ഭാഗം സങ്കീർത്തനമാണ്. അത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് 699 പേജിലുള്ള 75-ാം സങ്കീർത്തനമാണ്. 699 അവിടെ അടയാളം വയ്ക്കുക. ആദ്യം നമ്മൾ പൊതുവായിട്ടുള്ള ഭാഗം തുടങ്ങിയിട്ട് പിന്നെ മാറുന്നത് നമ്മൾ വരുന്ന സങ്കീർത്തനം. ആ പേജ് ആ സമയത്ത് ഡെനി പറയും, അല്ലേ? ഡെനി പറയും. അങ്ങനെ ആ പേജുകൾ പറഞ്ഞു തരുന്നതിന് നിങ്ങൾ ഫോളോ ചെയ്യുക. നമുക്ക് ശുശ്രൂഷകൾ ആരംഭിക്കാം. ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ പ്രാർത്ഥനാ ക്രമത്തെക്കുറിച്ച് പറയുകയാണ്. ഇതാണ് സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥന. നമ്മൾ ഒരുപാട് തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുന്നുണ്ട്, പക്ഷേ അതൊന്നും സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളല്ല. നമുക്ക് നമസ്കാരമുണ്ട്, അതുപോലെ തന്നെ പല നൊവേനകളെ, അതുപോലെ ധാരാളം പ്രാർത്ഥനകൾ നമുക്കുണ്ട്, വിശുദ്ധരുള്ള പ്രാർത്ഥനകൾ. അതൊന്നും സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനകൾ അല്ല. എന്നാൽ സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥന എന്ന് പറയുന്നത് കാനന നമസ്കാരം എന്ന് പറയും. ഈ കാനന നമസ്കാരം എന്ന് പറയുന്നത് എല്ലാ സഭകൾക്കും ഒന്നല്ല. ലാറ്റിൻ സഭയുടേത് അല്ല, സിറോ-മലബാർ സഭയുടേത്, സിറോ-മലബാർ സഭയുടേത് അല്ല, മലങ്കര സഭയുടേത്. അങ്ങനെ ഓരോ സഭയുടെയും റഷ്യൻ ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ കൽദായ സഭ, ഇങ്ങനെയുള്ള ഓരോ സഭകളിലും ആ സഭകളുടെ ചൈതന്യത്തിനനുസരിച്ചുള്ള ഒരു കാനന നമസ്കാര ക്രമമുണ്ട്. നമ്മുടെ ഈ കാനന നമസ്കാര ക്രമം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നു. ഇത് എന്നും ഇന്നലെ ഒന്നും ഉണ്ടായതല്ല. ഇതിൻ്റെ മൂലരൂപം എന്ന് പറയുന്നത് സുറിയാനി ഭാഷയിലാണ്. അത് ആദിമസഭയിലെ രൂപം കൊണ്ടതാണ്. അതിന് പ്രത്യേകിച്ച് രൂപം കൊണ്ടത് ആശ്രമങ്ങളിലാണ്. സന്യാസികൾ തപസ് ചെയ്ത് ജീവിച്ചിരുന്ന, പ്രാർത്ഥനയിലും തപസ്സിലും ദാരിദ്ര്യത്തിലും ജീവിച്ചിരുന്ന സന്യാസികൾ വിശുദ്ധ ഗ്രന്ഥം പഠിച്ചും വായിച്ചും ധ്യാനിച്ചും ജീവിച്ചവരുടെ തൂലികകളിലൂടെ രൂപം കൊണ്ടതാണ് ഈ കാനന നമസ്കാരങ്ങൾ എല്ലാ സഭയിലും. അതൊക്കെ രൂപം കൊണ്ടത് ഒരു 2, 3, 4, 5, 6 നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ്. നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ മൂലരൂപം സുറിയാനിയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിപ്പോൾ നമ്മൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് നമ്മൾ രൂപം നൽകിയതാണ്. ഇത് ഏതാണ്ട് ഒരു 60 വർഷത്തിന് മുമ്പ് തന്നെ മലയാളത്തിലേക്കുള്ള ഈ വിവർത്തനങ്ങളും മറ്റും തുടങ്ങി. ഇപ്പോൾ വീണ്ടും ഇതിനൊരു പരിഷ്കാരം വന്നിട്ടുമുണ്ട്. അത് കൂടുതൽ മൂലത്തോട് രൂപപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമതായിട്ട് ഇത് സഭയുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധിക്കുന്നവരൊക്കെ ഭവനങ്ങളിൽ സഭയുടെ ഈ പ്രാർത്ഥനയെല്ലാം നോക്കണം. ഇത് 7 നേരത്തേക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇതിലെ സായാഹ്ന പ്രാർത്ഥനയാണ്. 7 നേരം എന്ന് പറയുമ്പോൾ എല്ലാ 3 മണിക്കൂറിലും ഒരു പ്രാർത്ഥന വെച്ചുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് സായാഹ്ന പ്രാർത്ഥനയും രാത്രി പാതിരാ പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളിപ്പോൾ അതിലെ സായാഹ്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ ഇവിടെ ശുശ്രൂഷ. ഇനി പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനകൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് ഇടപെടാൻ പോകരുത്. എന്തെല്ലാം വന്നാലും ഇടപെടാൻ പോകരുത്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ സ്ഥലത്തുനിന്ന് മാറിപ്പോയി അവിടെ ആ കാര്യം ഡീൽ ചെയ്ത് വെച്ച് വരും. ഇവിടെ വെച്ച് നമ്മളതിൽ ഇടപെട്ടാൽ മറ്റുള്ളവർക്ക് ഡിസ്ട്രാക്ഷനാണ്. അതിനു വേണ്ടി അല്ലാണ്ട് മറ്റൊന്നുമുണ്ട്. അവിടെ നമ്മളെ പിന്നെ ഈ 2-ാം ഭാഗം എന്ന് പറയുന്നത് പാട്ടുകളാണ്. അത് തുടങ്ങിത്തരും. അത് 2 ഗണമായിട്ട് പാടാം, ഇല്ലെങ്കിൽ ഒരു ഗണമായിട്ട് തന്നെ പാടിയാലും കുഴപ്പമില്ല. നമുക്ക് ആരംഭിക്കാം. ഇതിൻ്റെ ആരംഭം കുർബാനയിലെ പോലെ തന്നെയാണ്. അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞാണ്. അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇനി ഇതിലേക്ക് ശ്രദ്ധിക്കുക. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ അവരങ്ങോട്ട് മാറി ആ കാര്യം ചെയ്തുകൊള്ളുക.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹതിയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ സ്തുതിയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങേ അനന്തമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സങ്കീർത്തനം പേജ് 699. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സൃഷ്ടാവേ, ഞങ്ങൾ അങ്ങേ വിളിക്കുന്നു. നമ്മുടെ കർത്താവിന് സ്തുതി യുക്തമാകുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ സമസ്തവും നയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേ അത്ഭുത പ്രവൃത്തികളെല്ലാം ലോകത്തെ ഞങ്ങൾ അറിയിച്ചു. സമയമാകുമ്പോൾ നീതിയായി ഞാൻ വിധിക്കും. ഭൂമിയും അതിലെ നിവാസികളും ഇളകിക്കൊള്ളട്ടെ. ഞാൻ അതിന്റെ തൂണുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. അഹങ്കരിക്കരുതെന്ന് അഹങ്കാരിയോടും ധിക്കരിക്കരുതെന്ന് പാപിയോടും ഞാൻ പറഞ്ഞു. നിങ്ങൾ വലിയവരെന്ന് ഭാവിക്കുകയോ ധിക്കരിച്ച് സംസാരിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ന്യായവിധി പടിഞ്ഞാറ് നിന്നല്ല, വിജനമായ മലകളിൽ നിന്നുമല്ല. വിധികർത്താവ് ദൈവം തന്നെയാകുന്നു. അവൻ ഒരുവനെ താഴ്ത്തുകയും മറ്റവനെ ഉയർത്തുകയും ചെയ്യും. കർത്താവിന്റെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്. അതിൽ കലങ്ങിയ വീഞ്ഞ് നിറച്ചിരിക്കുന്നു. അവൻ അത് പകർന്നു കൊടുക്കുന്നു. ഭൂമിയിലെ സകലഭാവികളും അത് മട്ടുവരെ കുടിച്ചു തീർക്കുന്നു. ഞാൻ നിത്യമായി സന്തോഷിക്കുകയും യാക്കോബിന്റെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. അവിടുന്ന് ദുഷ്ടരുടെ ശക്തി കെടുത്തും നീതിമാന്മാരുടെ ബലം വർദ്ധിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവിന് സ്തുതിയുക്തമാകുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ സമസ്തവും നയിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സുദീർഘവും പരിശുദ്ധവുമായ നേതൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ശക്തനായ കർത്താവേ, അങ്ങേ കൂടാരം എത്ര മനോഹരമാകുന്നു. മിശിഹാകർത്താവേ, നരകുലരക്ഷകനേ, ഞങ്ങൾ അണച്ചിടുമേ പ്രാർത്ഥന തിരുമുൻപിൽ. പരിമളമേലും തൂവമ്പോൾ കൈക്കൊണ്ടരുളേണം. കർത്താവിന്റെ എന്റെ ആത്മാവ് ആകാംക്ഷയോടെ കാത്തിരുന്നു. മിശിഹാകർത്താവേ, നരകുലരക്ഷകനേ, ഞങ്ങൾ അണച്ചിടുമേ പ്രാർത്ഥന തിരുമുൻപിൽ. പരിമളമേലും തൂവമ്പോൾ കൈക്കൊണ്ടരുളേണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മിശിഹാകർത്താവേ, നരകുലരക്ഷകനേ, ഞങ്ങൾ അണച്ചിടുമേ പ്രാർത്ഥന തിരുമുൻപിൽ.
പരിമളമേലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. സമാധാനം നമ്മോടുകൂടെ. അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃപ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളുടെയും സഹായങ്ങളുടെയും ഇടം ചൂടിയിരിക്കുന്ന സഭയിൽ അങ്ങേ ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവും പരിശുദ്ധാത്മാവുമായ അങ്ങ് സകലത്തിന്റെ നാഥനും സ്രഷ്ടാവുമാകുന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. ഞാൻ കയ്യിൽ കഴിയുന്ന ബലമാക്കുകയും നിന്റെ ബലിപീഠത്തിന് പ്രവേശനം വയ്ക്കുകയും ചെയ്തു. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കുമാമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനേറ്റം പരിപാലിക്കുന്നവനുമാകുന്നു. എന്റെ കർത്താവേ, എല്ലാ സമയവും നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സർവ്വത്തിന്റെ നാഥാ എന്നേക്കും. പേജ് 446. തിന്മയിൽ നിന്നും നകന്നു തന്നെ ചെയ്യുക. ആടകളോടെ ആഴിയിൽ നീന്തും മാനവനടിയും മൃതിയുടെ മടിയിൽ തിന്മകളെല്ലാം കൈവെടിയായും സ്വർഗസുഖം നാം നേടുകയില്ല. ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാനിധിയാം നാഥാ, നിന്നെ തേടുന്നവരിൽ കൃപ ചൊരിയണം. തിന്മയകറ്റാൻ പൊരുതുന്നവരെ നിൻകരതാരിൽ ചേർത്തരുളേണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മാനവകത്തിൽ നിഴലിച്ചിടും ചിന്തകൾ പോലും കാണുന്നവനെ ദുർബലനാമൻ കാലടിമതിയും മാർഗവുമെല്ലാം നീ അറിയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനയും ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എന്റെ വാക്കു കേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പരിമള ധൂപം പോലെ അതങ്ങേ പക്കലേക്ക് വരട്ടെ. കർത്താവേ, എന്റെ പ്രാർത്ഥന എന്റെ സായാഹ്നബലിയായി സ്വീകരിക്കണമേ. എന്റെ നാവിനും അധരങ്ങൾക്കും അങ്ങ് കാവൽ നിർത്തണമേ. ദുഷ്പ്രവൃത്തികൾ ചെയ്യുവാനും ദുഷ്ടന്മാരോട് സഹവസിക്കുവാനും അങ്ങനെ അനുവദിക്കരുതേ. നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ തൈലം കൊണ്ട് എന്റെ ശിരസ് പൂശുവാൻ അനുവദിക്കരുതേ. എന്റെ പ്രാർത്ഥന എപ്പോഴും
അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു. അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു. എന്റെ വാക്കുകൾ സ്നേഹമസ്നമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു, ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു. എന്റെ ഹൃദയം നീറുമ്പോൾ ഞാൻ എന്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും. എന്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നുവല്ലോ. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവരെനിക്ക് കെണികൾ വച്ചു. ഞാൻ വനത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടി വിളിക്കുവാൻ എനിക്കിടമില്ല, എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങ് എന്റെ അഭയമാണല്ലോ. അങ്ങേ പ്രമാണം എന്റെ പാദങ്ങൾക്ക് വിളക്കും, എന്റെ വഴികളിൽ പ്രകാശമാകുന്നു. നീതിയുടെ നിയമങ്ങൾ അനുസരിക്കുവാൻ ശബ്ദപൂർവം ഞാൻ നിശ്ചയിച്ചു. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേ കർത്താവേ, ഞാൻ ഏറെ കഷ്ടപ്പെട്ടു. അങ്ങേ വാക്കനുസരിച്ച് എന്നെ രക്ഷിക്കണമേ. എന്റെ ആദരങ്ങളുടെ കാണിക്ക സ്വീകരിക്കണമേ, നിയമങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ജീവനെപ്പോഴും അപകടത്തിലാകുമെങ്കിലും ഞാൻ അങ്ങേ നിയമം മറന്നില്ല. പുരുഷന്മാർ എനിക്ക് കെണികൾ വെച്ചു, എങ്കിലും നിയമത്തിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ഭൂവാസികളെ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ സ്നേഹം അനന്തമാകുന്നു, തന്റെ വാഗ്ദാനം അവിടുന്ന് പൂർത്തിയാക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എന്റെ വാക്കു കേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങേ ദാസരായവരുടെ പ്രാർത്ഥന കേൾക്കുകയും പാപികളായ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്നാൽ അങ്ങയുടെ ശരീരത്തിന് ആരോഗ്യവും ആത്മാവിന് പ്രത്യാശയും നൽകുന്നു. പിതാവുനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിർമ്മലമായ ഹൃദയനെ സൃഷ്ടിക്കണമേ. എന്നും നാഥാനിൻ പരിപാവന ശാന്തി എന്നിൽ തളിരിടുവാൻ കഴിവുണ്ടാകണമേ. ദുഷ്ടനേക്കും ദുശ്ചിന്ത ശരനിര നീക്കണമേ. നിന്റെ മുഖം എന്നിൽ നിന്ന് തിരിക്കരുതേ. ആത്മശരീരങ്ങൾ ആരോഗ്യം പകരും നിന്നുടെ ഭവനം ഞാൻ നാഥാ സ്നേഹിക്കും. പാപത്താവണബാധിതനാ എന്നെ കഴുകണമേ. പിതാവിന് പുത്രന് പരിശുദ്ധാത്മാവിനും സ്തുതി. ആത്മസുഖം നൽകും ഔഷധമേൽപ്പിച്ചു നാഥൻ തിരുസഭയിൽ ദൈവിക വൃന്ദത്തെ അനുതാപത്തോടണയുന്നോർ ആരോഗ്യം പകരാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങേ തൃത്വത്തിലുള്ള വിശ്വാസം ഞങ്ങളിൽ പൂർണ്ണമാക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. പിതാവുമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. പരിപാവനനാം സർവേശ്വരാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ്വരാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ്വരാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുധീരനും ബലവാനുമർത്തമായ കർത്താവേ, അങ്ങേക്ക് സഹജമാമിതം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും ഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണാണിക്കുകയും ചെയ്യണമേ. പിതാവുനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യും. യഹൂദ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 ഗർഭിണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കവലറക്കാന്റെ അടുത്ത് കൊണ്ടുചെല്ലുവൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ വെള്ളം കലവറക്കാരൻ നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളിനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അത് ഇയാൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിൽ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, കാനായിലെ കല്യാണ വിരുന്നിന്റെ ആ സംഭവമാണ് ഇപ്പോൾ നമ്മളിവിടെ വായിച്ചു കേട്ടത്. നമ്മളെപ്പോഴും ഇത് കേൾക്കുന്നതാണ്. നമ്മളെപ്പോഴും ഇത് കേൾക്കുന്നതാണ്. നമ്മൾ അച്ഛന്മാരെന്ന് പറയാൻ തുടങ്ങുന്നത് നമ്മൾ അതിന് മനസ്സൊക്കെ മാറ്റാൻ ഒരു പ്രാവശ്യം കേൾക്കുന്നതാണ്. അങ്ങനെയല്ല, ഓരോ പ്രാവശ്യവും ഒരേ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ പുതിയ ഉൾക്കാഴ്ചകൾ നൽകുവാൻ സാധിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കാം, ഇവിടെ പറയുന്നത് എന്താണ്? ശിഷ്യന്മാരെ ഈശോയെ ക്ഷണിച്ചിരുന്നു. പരിസരയാമലയത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? അവരവിടെ ഉണ്ടായിരുന്നു. ആരും ക്ഷണിക്കുക പറയുന്നില്ല. ആരും ക്ഷണിക്കാതെ പറയുന്നു. അപ്പൊ മറിയത്തിന്റെ ആ ശ്രദ്ധ, ആരും ക്ഷണിക്കണ്ട, മറിയം വേണ്ടിടത്ത് വേണ്ട സമയത്തുണ്ട്. ഇത് ഏറ്റവും വലിയൊരു മാതൃകയാണ് ഒരു കുടുംബ നായിക. ഒരു കുടുംബ നായിക ഏറ്റവും സുന്ദരമായത് അതാണ്. നമ്മുടെയൊക്കെ മാതാക്കള് അവരവിടെ ഉണ്ട്, അവരെ കാണത്തില്ല, പക്ഷെ ആവശ്യമുള്ള സമയത്ത് അവരുണ്ടാവും. അത്ര അവരെ കണ്ണെല്ലായിടത്തും ചെല്ലും. അവരെ കണ്ടുന്നതല്ല, കണ്ണെല്ലായിടത്തും ചെല്ലും, ഉണ്ടാവും. ഇതാണ് ഒരു അമ്മയുടെ, ഒരു കുടുംബ നായികയുടെ ചിത്രം. പ്രിയമുള്ള നമ്മുടെ പ്രിയപ്പെട്ട മോള് ജോലികളൊക്കെ എന്ത് ജോലിയായ എന്തായാലും ഈ ആത്യന്തികമായ ഒരു കുടുംബ നായികയാണ്. അപ്പോൾ ആ കാര്യം എപ്പോഴും കുടുംബത്തിൻ്റെ നന്മയെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനുവേണ്ടി ത്യാഗപൂർവം, നന്മ എല്ലാവരും ആഗ്രഹിക്കും, പക്ഷെ അതിനുവേണ്ടി ത്യാഗപൂർവം എല്ലായിടത്തും എപ്പോഴും മനസ്സിൽ ഹൃദയവും ശരീരവും എത്തുവാനായിട്ട് സാധിക്കും. അതിന് ത്യാഗപൂർവം ശ്രമിച്ചുകയും പിന്നെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഞാൻ പറയുന്നത് അതൊക്കെ കാര്യങ്ങളൊക്കെ അവളവിടെ ഉണ്ടായിരുന്നു. അവളെ ആരും ക്ഷണിച്ചാൽ പറഞ്ഞു, അല്ലെ എന്നെ ക്ഷണിച്ചില്ല, ഞാൻ പോകുന്നില്ല, നീ പറ്റോ പറഞ്ഞില്ല, എന്നെ ക്ഷണിച്ചിട്ടില്ല, എന്നോട് പറയാൻ ഇന്നലെ കണ്ടാണ്. ഇങ്ങനെയൊക്കെ ഉള്ള കൊച്ചു വെച്ച് അസൂയകളും കുശുമ്പൊക്കെ നമുക്കുണ്ട്. അതൊന്നും നോക്കുക, എവിടെയെങ്കിലും നമ്മുടെ സാന്നിധ്യവും സഹായം ആവശ്യമാണ്. അവിടെ നമ്മളുണ്ടായിരിക്കണം. ആര് വിളിക്കാതിരിക്കട്ടെ, പറയാതിരിക്കും. ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നന്മ ചെയ്യുവാനായിട്ട് ആരുടെയും ക്ഷണം വേണ്ട, എത്തിക്കണം. നമുക്ക് നമ്മുടെ പ്രാർത്ഥന ശുശ്രൂഷ കൊടുക്കാം. കറോസൂസ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനകൾക്ക് അതിൻ്റെ ഉചിതമായ ഉത്തരം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കും. എല്ലാവരും ഉച്ചത്തിൽ ചൊല്ലി. കറോസൂസ എന്ന് പറഞ്ഞാൽ ഉറക്കെ കിടന്ന് പോവാന്ന്. കാറവ് എന്ന് പറയും വിളിച്ചു പറയും, ഉച്ചത്തിൽ അട്ടഹസിച്ച് പറയാന്ന്. ഉച്ചത്തിൽ എല്ലാവരും ചൊല്ലും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കാരുണ്യവാനും ആശ്വാസനായകനുമായ പിതാവേ, ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ സഭകളുടെ ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും
സമൃദ്ധിക്കും സഹവർത്തിത്വത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന്റെ രക്ഷയ്ക്കും ഉന്നമനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ അവസരവും സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണ്ണമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയിലെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് വരവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായ തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ്കോസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവുമാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അവരുടെ സഹശുശ്രൂഷകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തോടും പരിശുദ്ധ മനസാക്ഷിയോടും കൂടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ശുഭാശന്മാർക്കും മറ്റു വിശ്വാസികൾക്കും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയിലുള്ള സന്യാസികളും സന്യാസിനികളും പരിപൂർണതയുടെ മാർഗത്തിൽ കൂടിയുള്ള അവരുടെ പ്രയാണം പൂർത്തിയാക്കി വിജയകിരീടം നേടുവാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തീക്ഷ്ണതയുള്ള ആത്മായ പ്രേക്ഷിതരെ സഭയ്ക്ക് ധാരാളമായി പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും ആസന്നമരണർക്ക് സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കണമെന്നും ആത്മീയമോ ശാരീരികമായ പീഡകൾ സഹിക്കുന്നവരെ ആശ്വസിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മാർ യൗസേപ്പിന്റെയും മാർ തോമാസ് ശ്ലീഹായുടെയും പ്രാർത്ഥനാ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയെ അയക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം യാചിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും രാവും പകലും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും പാപരഹിതമായ ജീവിതവും ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിലവിൽ പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹവും ശാശ്വതമായ കൃപയും എപ്പോഴും ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആത്മാവിനെയും ശരീരത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ വൃത്തികളെ അനുഗ്രഹിക്കണമേ. പിതാവുമുതലും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ കൈവെപ്പിനായി നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. സാന്ത്വനപ്പെടുത്തുന്ന സമാശ എല്ലാവർക്കും വഴി പ്രവേരിയുന്ന കാര്യമാണ് സംരക്ഷണം നമ്മുടെ സമൂഹത്തിൽ മനുഷ്യർക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ ശ്രദ്ധയെ ബലഹീനതയാകുന്നു. ജലാകാശയിൽ നിന്നുയരും ചിന്തകൾ എന്നെ അലട്ടുന്നു. നിർഭയം എന്നെ ഞെരുക്കുന്നു. നാദാനീതാരവലംബം വിധവയ്ക്കൊപ്പം കേഴുന്നേ. വിധിയാളായി കേൾക്കണമേ. ദൈവം നിരസിക്കുകയില്ല. വിധിയുടെ ദിവസം പുലരുമ്പോൾ വിജയകിരീടം ചൂടാനായി മാമല ഹൃദയം കർത്താവിൻ കരുണയിൽ അഭയം തേടേണം. അനുതാപത്താലുകേണം വിനയാലങ്കേണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിത്യമഹത്വത്തിൽ നിവസിച്ചിടും മിശിഹായേ, മാനവ മക്കൾക്കെന്നാളും ൂനമിടാത്തൊരു ശരണം നീ. നീതി കടത്തും തിന്മകളാം വ്യാധികരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പരമപരിശുദ്ധനായ ദൈവമേ, പാപികളും അശുദ്ധരും അശുദ്ധമായ
അധരങ്ങളുടെ ആദ്യേ വസിക്കുന്നവരുമായ ഞങ്ങൾക്ക് കാലത്തിന്റെ അടയാളങ്ങൾ ഗ്രഹിക്കുവാൻ ശക്തി തരണമേ. ജഡത്തിന്റെ ദുർമോഹങ്ങളെ അനുഗമിക്കാതെ പഴയ മനുഷ്യനെ തന്റെ നടപടികളോടുകൂടി ഉരഞ്ഞു കളഞ്ഞ് ആത്മാവിൽ പുത്തനാക്കപ്പെടുവാനും നീതിയാലും വിശുദ്ധിയിലും ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട് പുതിയ മനുഷ്യനെ ധരിക്കുവാനും ശക്തി തരണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, നിന്റെ വചനം കാത്തു ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ വചനം കാത്തു ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. നിന്റെ നിയമത്തിലെ അത്ഭുതകരമായ സംഗതികൾ കാണുവാൻ എന്റെ ദൃഷ്ടികൾ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളിൽ നിന്നും മറയ്ക്കരുതേ. നിന്റെ പ്രമാണത്തിലുള്ള ആസക്തി എന്റെ ആത്മാവിനെ സർവ്വദാ ഗ്രസിക്കുന്നു. നിന്റെ കൽപ്പനകൾ ഉപേക്ഷിക്കുന്ന ശപിക്കപ്പെട്ട മനുഷ്യരെ നീ ഉഗ്രമായി ശാസിക്കുന്നു. ഞാൻ നിന്റെ നിയമം അനുസരിക്കുന്നവനാണല്ലോ. ദുഷ്ടന്മാരുടെ നിന്ദയിലും പരിഹാസത്തിലും നിന്ന് എന്നെ രക്ഷിക്കണമേ. നേതാക്കന്മാർ എനിക്കെതിരായി ദുരാലോചന ചെയ്യുമ്പോഴും ഞാൻ നിന്റെ പ്രമാണങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കും. നിന്റെ നിയമങ്ങൾ എന്നെ ആനന്ദമാകുന്നു. അവ എനിക്ക് എപ്പോഴും ഉപദേശം തരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങേ കൃപയുടെ വാതിൽ കൊട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കർത്താവേ, പ്രശാന്തമായ സായങ്കാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാ നിർഭരമായ പ്രഭാതവും ദുഷ്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഇനിയുള്ള പ്രാർത്ഥനകൾ ഓരോരുത്തർക്ക് ചെല്ലാവുന്നതാണ്, മാറി മാറി ചെല്ലാവുന്നതാണ്. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിന്റെ അനുഗ്രഹ ശിരസുകൾ നിന്റെ ജനത്തിൽ മേലുണ്ടാകുമാറാകട്ടെ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ നിന്റെ കരുണ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞ അഭയവും സകലത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പിതാവിന്റെ സമാധാനം നമ്മോടുകൂടിയും പുത്രന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കട്ടെ. തന്റെ തിരുവിഷ്ടം പോലെ നമ്മെ നയിക്കട്ടെ. അവന്റെ കരുണയും ദയയും നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നിന്റെ സമാധാനം ഞങ്ങളിൽ വസിക്കട്ടെ. നിന്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ. നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ഞങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വരട്ടെ. സകലത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നിന്റെ വലതുകരത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ സഹായം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും. അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ നിലനിൽക്കുന്ന സ്നേഹവും സമാധാനവും ജ്ഞാനതൃഷ്ണയും ജീവനും സന്തോഷവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നവ ഒരിക്കലും കുറയാൻ അനുവദിക്കരുതേ. സകലത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നിന്റെ അജഗണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കൾ ഞങ്ങളെ ഉപദ്രവിക്കാതെ തൊഴുത്തിൽ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് കുറയാത്ത സ്നേഹത്തിന്റെ സമുദ്രമാകുന്നു. സകലത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിഗൂഢമായ ശ്രദ്ധയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിന്റെ അപേക്ഷയും ഔസേപ്പിന്റെയും വിശുദ്ധ സ്നേഹന്മാരുടെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാമർത്തോമാസ്നേഹയുടെ മാർഗീവരീസിന്റെ മറ്റ് വേദസാക്ഷികളുടെയും മറ്റു സകല വിശുദ്ധരുടെയും മൽപ്പാന്മാരുടെയും മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശാചനും അവന്റെ സൈന്യങ്ങളുടെ സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തെ ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പിതാമപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിത്യപിതാവിന്റെ പ്രകാശമായ മിശിഹായേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേ നീതിമാന്മാർ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും
പീഡകൾ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അങ്ങ് വിശ്വസ്തയോട് ശക്തിയായി ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയ ബഹുമാനപ്പെട്ടവരെ, ഇന്ന് തലേന്നത്തെ പരിപാടികൾ മണവാട്ടി പെണ്ണിനെ മൈലാഞ്ചി ഇടുന്ന ചടങ്ങും ഒപ്പം മധുരം വയ്ക്കുന്ന ചടങ്ങുമാണ് അടുത്തതായിട്ട്. ആഘോഷമായിട്ടുള്ള യാമനമസ്കാരം ഇപ്പോൾ കഴിഞ്ഞു. അടുത്തതായിട്ട് മൈലാഞ്ചിടിയിലാണ്. അതിനായിട്ട് മൈലാഞ്ചിടിയിലിനെ കുറിച്ചും മാർത്തോമാസ്രാണികളുടെ തലേന്നത്തെ ചടങ്ങുകളെക്കുറിച്ചും ചെറിയൊരു വിവരണം നൽകുവാനായി പ്രിയ ബഹുമാനപ്പെട്ട മുല്ലശ്ശേരി മത്തായച്ചനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അച്ഛൻ ചങ്ങനാശ്ശേരി അതിരൂപത അംഗമാണ്. അച്ഛൻ സത്യനാ സെമിനാരിയിൽ 10 വർഷം പ്രൊഫസറായും അതിനുശേഷം ഒരു 10 വർഷം സന്യാസിനികളുടെ ഫോർമേഷൻ ഡയറക്ടറായും പിന്നീട് റിട്ടയർ ആയതിനു ശേഷം ഇപ്പോൾ പുന്നപ്ര പള്ളിയിൽ സേവനം ചെയ്യുകയാണ് അച്ഛൻ ഒരു സുറിയാനി പണ്ഡിതനും സഭയെക്കുറിച്ച് ആഴമായി അറിവുള്ള ഒരു വ്യക്തി കൂടിയാണ്. അച്ഛൻ്റെ കുടുംബം ചമ്പക്കുളം മുല്ലശ്ശേരി കുടുംബമാണ്. വളരെ പുരാതനമായിട്ടുള്ള ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെയാണ് നമുക്ക് ഇന്നിവിടെ ലഭിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ അപ്പനും കാർന്നവന്മാരൊക്കെ ആയിട്ട് വലിയ കൊത്തുപണിക്കാരും ഐക്കൺസ് വരയ്ക്കുന്നവരുമൊക്കെയാണ്. വളരെ വലിയൊരു കലാ കുടുംബത്തിൽ നിന്നാണ് അച്ഛൻ എത്തിയിരിക്കുന്നത്. അച്ഛനെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാനിങ്ങനെ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് ഇടയായ ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു. ഞാൻ ഡെനിയുമായിട്ട് പരിചയപ്പെടുവാൻ ഇടയായത് ഡെനിയുടെ കൂട്ടുകാരനായിട്ടുള്ള ഒരു സെമിനാരിക്കാരൻ വഴിയാണ് ഞാൻ ഡെനിയെ പരിചയപ്പെടുവാനിടയായും ഡെനിയുടെ പ്രത്യേകമായുള്ള കഴിവുകളും എല്ലാം കണ്ടതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് വളരെ ശ്രദ്ധയും താല്പര്യവും തോന്നി. അങ്ങനെ ഈ ഒരു കാര്യത്തിന് എന്നെ ക്ഷണിച്ചപ്പോൾ അല്പം ദൂരെ നിന്നാണെങ്കിൽ ഇവിടെ വരുവാനായിട്ട് ഞാൻ സന്നദ്ധ കാണിച്ച് ഇവിടെ എത്തി. ദൈവത്തിന് ഞാൻ ഒന്നുകൂടി നന്ദി പറയുകയാണ്. നാളെ നമ്മുടെ പ്രിയപ്പെട്ട ഡിറ്റിയുടെ മനസ്സമ്മതം, പല അച്ചാര കല്യാണം, പല രൂപത്തിൽ പേര് പറയും. അച്ചാര കല്യാണം നാളെയാണ്. സാധാരണഗതിയിൽ വിവാഹത്തിൻ്റെ തലേദിവസമാണ് നമ്മളിങ്ങനെ ഈ മധുരം നുള്ളൽ അല്ലെങ്കിൽ മധുരം വെപ്പ് ശുശ്രൂഷ മേലാഞ്ചേരി തുടങ്ങി നടക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ ഇന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ, നമ്മുടെ ബന്ധുജനങ്ങളും സുരക്ഷിത ഗണവും എല്ലാം ഇവിടെ സമ്മേളിക്കുന്നത്. അതുകൊണ്ട് കല്യാണ തലേ ദിവസം നടക്കേണ്ട ശുശ്രൂഷ നമ്മൾ നേരത്തെ നടത്തുകയാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട കർമ്മങ്ങളെന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ചന്തം ചാർത്തൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ കൂട്ടത്തിൽ മധുരം എന്നുള്ളത്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നൊരു കാര്യമാണ് മൈലാഞ്ചി ഇടലും പിന്നെ മധുരം വയ്പും മധുരം നുള്ളലുമാണ് പെൺകുട്ടികളെ സംബന്ധിച്ചോളം. ഈ ക്രമത്തിന് വളരെ വിപുലമായ ക്രമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളതിൻ്റെ ഒരു എസൻസ് മാത്രം, പ്രധാനപ്പെട്ട ഘടകങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നുള്ളൂ. ആദ്യമായിട്ട് നമ്മളിവിടെ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് മൈലാഞ്ചി ഇടയിലാണ്. മൈലാഞ്ചി ഇടയിലിന് ശേഷം പെൺകുട്ടിയുമാണ് നമ്മുടെ പഴയ ക്രമം അനുസരിച്ച് കുളിക്കാൻ പോവുകയാണ്. കുളിക്കാൻ പോയി ഡ്രസ്സൊക്കെ മാറി വരുന്നു. തിരിച്ചു വന്നിട്ട് മധുരം നുള്ളൽ, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാമ്പെന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രമങ്ങൾ അതിൻ്റെ കൃത്യമായ രീതിയിൽ ഡെന്നിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കും. ആ ക്രമങ്ങളിലേക്ക് ഞാൻ പരിചയപ്പെടുത്തും. അപ്പം എല്ലാവരെയും ആർദ്രമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പെൺകുട്ടിയെ പന്തലിലേക്ക് ആനയിക്കുക മുതൽ തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ ആരംഭിക്കുന്നു. അതിനായിട്ടുള്ള ക്രമങ്ങൾ ചെയ്യുന്നതിന് ബന്ധപ്പെട്ടവരെ ഞാൻ ക്ഷണിക്കുകയാണ്. ഒത്തിരി നന്ദി മുല്ലശ്ശേരി അച്ഛ. അടുത്തതായിട്ട് നമ്മൾ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട്
മാർത്തോമ നസ്രാണികളുടെ ഏതൊരു സന്തോഷത്തിൻ്റെ ദിവസവും സന്തോഷത്തിൻ്റെ കാര്യവും തുടങ്ങുക നമ്മുടെ പിതാവായ തോമാസ് ലീഹായോട് മധ്യസ്ഥം യാചിച്ചുകൊണ്ടാണ്. വളരെ പുരാതനമായൊരു പാട്ടുണ്ട് മാർത്തോമൻ നന്മയാൽ എന്നുള്ളത്. കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നു ചേർന്ന് താളത്തിൽ പാടുന്ന പാട്ടാണ് മാർത്തോമൻ നന്മയാൽ എന്നുള്ളത്. ഇന്ന് ആ പാട്ട് ഒരുപക്ഷെ മാർത്തോമ നസ്രാണികളുടെ ഇടയിൽ നിന്നും അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് മൈലാഞ്ചിയിടൽ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. സഹോദരനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മണവാട്ടി പെണ്ണിനെ മധുരം വെക്കട്ടെ. മണവാട്ടി പെണ്ണിനെ മധുരം വെക്കട്ടെ. മണവാട്ടി പെണ്ണിന് മധുരം വെക്കട്ടെ. മധുരം വെക്കുന്നതിന് മുമ്പായിട്ട് വാ കഴുകുന്നത് എപ്പോഴും മലയാളികളുടെ ഒരു സ്വഭാവമാണ്. വാ കഴുകി അതിനുശേഷമാണ് മധുരം വെക്കുന്നത്. നീരും പരമേറ്റി വെച്ചാറേ എൻ മനസ്സോ തെളിയുന്നു. ചൊല്ലുന്നു ഉലകിൽ ഇവൾക്കൊത്തോരില്ല. ഞാൻ എൻ്റെതായിട്ടൊരു ചെറിയ സമ്മാനം കൊണ്ടുവന്നത് ഇവിടെ ലിറ്റിക്ക് കൊടുക്കുകയാണ്. ഇത് ഒരു ഡെന്നിയുടെ പറഞ്ഞതുപോലെ ഒരു ഐക്കണാണ്. ഈ ഐക്കൺ തിരുക്കുടുംബത്തിൻ്റെ ഐക്കണാണ്. ഇറ്റലിയിൽ നിന്നും ഒരാൾ വശം ഞാൻ എത്തിച്ചതാണ്. അത് ലിറ്റിക്ക് വേണ്ടി പ്രത്യേകം ഞാനിവിടെ കൊണ്ടുവന്നതാണ്. ലിറ്റിക്ക് ഞാൻ വളരെ സന്തോഷത്തോടെ നൽകുകയാണ്. ഞാൻ നൽകാൻ പോകുന്ന മധുരത്തേക്കാൾ വലിയ മധുരമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ലിറ്റിയുടെ മാതാപിതാക്കൾ സെയിൽസിനും മേഴ്സിക്കും ഞാൻ ഒരു ചെറിയ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അൽഫോൻസാമയുടെ ഒരു ചിത്രമാണ്. നിങ്ങൾ ഒരിടത്തും കണ്ടു കാണുകയില്ല ഈ ചിത്രം. കാരണം ഇത് ഒരു ആർട്ടിസ്റ്റും ഞാനും കൂടെ സംയുക്തമായിട്ട് വരച്ച ഒരു ചിത്രമാണ്. ഇതല്ല, ഇതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്ന ഒരു 4 അടി നീളവും 2.25 അടി വീതിയുള്ള ഒരു വലിയ ചിത്രമാണ്. അതിൻ്റെ ഫോട്ടോ എടുപ്പിച്ച് ഫോറക്സ് ഷീറ്റിൽ പ്രിൻ്റ് ചെയ്തതാണിത്. ഇതാദ്യമായിട്ടാണ് ഒരു കോപ്പി ഞാനിത് കൊടുക്കുന്നത്. ലോകത്തിൽ ഒരിടത്തും ഇതിൻ്റെ കോപ്പി ഇല്ല. ഞാൻ വരച്ച ചിത്രമായത്. അതിൻ്റെ ആദ്യത്തെ കോപ്പി ഞാൻ ലിറ്റിയുടെ പേരൻസിന് കൊടുക്കുകയാണ്. മേഴ്സിക്കും ഇതിലെ
ഇതിൽ വെറുതെ ഒരു ചിത്രം മാത്രമല്ല, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരുപാട് പറയാൻ പോകുന്നില്ല. ഇത് കൊടുമാളൂരെ പള്ളിയാണ്, ഇത് മുട്ടയറയിലെ കുരിശാണ്, ഇത് സഭയാകുന്ന മുന്തിരിച്ചെടിയാണ്, ഇത് സൂര്യന്, ഇത് ചന്ദ്രൻ, ഇത് വഞ്ചാമരം, ഇത് പരിശുദ്ധാത്മാവ്. ഇവിടെ സുറിയാൻ എഴുതിയിട്ടുണ്ട്, എസ്എമാർ റുഹ കന്ദീശ എന്ന് പറഞ്ഞ കർത്താവെ ഇതിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന കുർബാനയിലെ പ്രാർത്ഥനയാണ്. ഇത് രത്നങ്ങളാണ്, അതായത് മഹത്തുക്കളുടെ പാദസ്പർശം ഭൂമിയിൽ രത്നങ്ങൾ വിളയിക്കുന്നു, അതായത് നന്മകൾ. അങ്ങനെ ഒരുപാട് പ്രതീകാത്മകത ഉൾക്കൊള്ളുന്ന ഒരു ചിത്രമാണിത്. ഇത് ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ കോപ്പിയാണ്. ഞാനത് സെയിൽസിനും മേഴ്സിക്കും ഡിറ്റിക്കും കൂടെ ചേർന്ന് സമ്മാനമായി നൽകുന്നു. ഒത്തിരി കലാകാരന്മാരിൽ നിന്നും സഭാപിതാക്കന്മാരിൽ നിന്നും പ്രശംസ നേടിയ ഒരു വർക്കാണത്. അച്ഛൻ അതാർക്കും ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. അച്ഛൻ്റെ കാലശേഷം മാത്രമേ അത് ആർക്കെങ്കിലും കൊടുക്കൂ എന്ന് അച്ഛൻ തീർത്തും കഴിഞ്ഞ തവണ ഞങ്ങളത് കണ്ടപ്പോൾ പറഞ്ഞതാണ്. അച്ഛൻ ഒത്തിരി സ്നേഹത്തോടെ ഇന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്നും ഇവിടെ വന്ന് അച്ഛൻ്റെ ഏറ്റവും അമൂല്യമായിട്ടുള്ളൊരു ഗിഫ്റ്റ് ഇന്ന് ഈ കുടുംബത്തിന് നൽകിയതിന് കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കും. ഒരു വാക്കൂടെ ഞാൻ പറയുന്നത്, കാരണം ഇന്നിവിടെ ഇതെല്ലാം മാനേജ് ചെയ്ത ഡെന്നിയുടെ ആ മാനേജിങ് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ സംഘാടക ശേഷി ഡെന്നിയുടെ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും കാര്യങ്ങളെല്ലാം മുന്നിൽ നിന്നുകൊണ്ട് സംഘടിപ്പിച്ച ഡെന്നിയെ ഞാൻ വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഭാവിയിൽ വലിയൊരു നേതൃത്വ നിരയിലേക്ക് വളർന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.